ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നത് നീ കണ്ടില്ലേ? നിന്റെ കാമുകിയുടെ. അവളിപ്പോ എന്റെ ആളുകളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഞാനൊരു കോൾ ചെയ്യേണ്ട സമയം മതി അവളുടെ ദേഹത്ത് കത്തി കുത്തിയിറക്കാൻ. നീ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ വെറുതെ പറയുകയാണെന്നോ? ഇപ്പോ നിനക്ക് മനസ്സിലായോ ഞാൻ സീരിയസ് ആണെന്ന്? എന്നോടുള്ള ദേഷ്യത്തിനാണ് നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്നത്. ആര് പറഞ്ഞു നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന്? എനിക്ക് ദേഷ്യമുള്ളത് നിന്റെ അച്ഛനോടാ. സേതുമാധവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ദ്രോഹിക്കും. ചേട്ടാ, ഒരു പിയർ സോപ്പ് ഒന്ന് മതിയോ? ആ, ഒരെണ്ണം. ഇത് മതിയോ? ആ, അതല്ല, മറ്റത്. ഹലോ. ഇതല്ലേ? ഹലോ അതിരെ, താൻ എവിടെയാ പോ? ഞാനിവിടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിലാ. സാധനം വാങ്ങിക്കാൻ നിക്ക. ഒരു നിമിഷം വൈകരുത്, താൻ വീട്ടിലേക്ക് പോ. എന്താ സന്ദീപേ, എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. താൻ ആദ്യം വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഹലോ അതിരെ. ഹലോ കുട്ടി, ഇത്ര മതിയോ? ആ, മതി ചേട്ടാ. എത്രയായി? 72 രൂപ. ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ പറയുന്ന ആദ്യം താൻ കേക്ക് പ്ലീസ്. ശരി. ആ, അനഘയുടെ കാര്യം എന്തായി? നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞോ? ഹലോ. ആ, ഇതിൽ നിന്നും നിനക്കിപ്പോ എന്തു മനസ്സിലായി? നിന്റെ കാമുകിയുടെയും സഹോദരന്റെയും പുറകെയൊക്കെ എന്റെ ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ? ആരാണ് നീ? അധികം ഒച്ചയൊന്നും വേണ്ട. നിന്റെ കൂടപ്പിറപ്പിന്റെ നെറ്റിയിലേക്ക് എയിം ചെയ്ത തോക്കുമായിട്ടാ എന്റെ ആളുകൾ അവിടെ നിൽക്കുന്നത്. വിരലൊന്ന് അമർന്നാ പിന്നെ നിന്റെ അർച്ചനയിടത്ത് ഇനി മുതൽ വിധവയാ. വിധവ. നിനക്കിനിയും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം. ആ സിഗ്നൽ എന്താണെന്ന് നിന്റെ സച്ചിദാനന്ദേട്ടൻ വീട്ടിൽ വരുമ്പോ നിനക്ക് മനസ്സിലായിക്കോ. ഹലോ. ഹലോ. എന്താ നിന്റെ തീരുമാനം? നേരെ ചെന്ന് സേതുമാധവനോട് നിനക്ക് അനഘയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയല്ലേ? പറഞ്ഞാ നിനക്ക് നല്ലത്. അതല്ല, നീ ഇനിയും ചിന്തിച്ചു നിന്ന പുറത്തുള്ള നിന്റെ കാമുകിയെയും ചേട്ടനെയും മാത്രമല്ല, ബാൽക്കണിയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുന്ന നിന്റെ അർച്ചനയിടത്തെയും ഞാനിപ്പോ തീർത്തു കളയും. ഞാൻ പറഞ്ഞതിൽ നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. എന്താടാ?
സന്ദീപേ, ഹലോ. നീ എന്നെ എത്ര നോക്കിയാലും കാണാൻ പോകുന്നില്ല നീ. എന്റെ പുറകെ നടന്ന് വെറുതെ സമയം കളയാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കും. അത് തന്നെ ആവണം നിന്റെ തീരുമാനം. സന്ദീപേ, എന്താ നീ എന്താ അന്വേഷിക്കുന്നേ? ഇങ്ങ് കേറി വന്നേ. ഹലോ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്റെ ഫോണിലേക്ക് ഒരു വാട്സ് ഞാൻ അയച്ചിട്ടുണ്ട്, നോക്ക്. ആ വീട്ടിലെ ഓരോരുത്തരുടെയും പിന്നാലെ എന്റെ ആളുകളുണ്ട്. നീ ആലോചിച്ച് കളയുന്ന സമയത്തൊക്കെ എനിക്ക് എന്തൊക്കെ തോന്നുമെന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കോ അറിയില്ല. ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ സുരക്ഷയും നിന്റെ ആലോചനയിലും തീരുമാനത്തിലുമാണ്. വൈകുന്തോറും ഓരോരുത്തരെയായി ഞാൻ തീർക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ. 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 നീ എന്താടാ കിടന്ന് ഓടുന്നേ? ഏയ്, ഒന്നുമില്ല എടുത്തേ. അല്ല, നിന്റെ മുഖം കണ്ടാ അറിയാം നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താടാ? നീ വെറുതെ ടെൻഷൻ ആവാതെ കാര്യം പറയേ. അത് എടുത്തി, എനിക്കിപ്പോ ഒരു കോള് വന്നു. ഏതോ ഒരാളാ, എനിക്കറിയില്ല ആരാന്ന്. എന്നിട്ട് വിളിച്ച ആൾ എന്താ പറഞ്ഞേ? അയാൾ എന്താ പറഞ്ഞേന്ന്? അയാൾ പറഞ്ഞത് ഞാൻ അനക്ക് അയാളെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അർച്ചനടുത്തെ കൊല്ലുമെന്ന്. ബെസ്റ്റ്. നിന്നെ ആര് പറ്റിച്ചതാടാ? ഒന്നുകിൽ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടി അനക്കയോ അവന്തിയടുത്തയോ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അവർക്കറിയാം നീ ഏത് വിശ്വസിക്കുമെന്ന്. എന്നിട്ട് അതും കേട്ട് നീ ടെൻഷനായി നടക്കുന്നു. എന്നെ കൊല്ലും പോലും. ഇതെനിക്ക് തോന്നുന്നത് നിന്നെ നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ്, ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ അതൊന്നും കേട്ട് ഭയപ്പെടുന്നവനല്ലെന്ന് തോന്നുമ്പോൾ ആരായാലും ആ വിളി അങ്ങ് നിർത്തിക്കോളും. പിന്നെ സന്ദീപേ, നമ്മൾ ഇനിയും ആലോചിച്ച് സമയം കളഞ്ഞ എങ്ങനെയാ? നിന്റെ ആതിരയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? സച്ചേണ്ണാണല്ലോ.
സച്ചേട്ടന്റെ കൈ ഈശ്വരാ. എന്താ പറ്റിയതാ? എന്താ പറ്റിയേ? താൻ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഇതെന്താ ഷർട്ടിലൊക്കെ? എവിടെങ്കിലും വീണോ? എടോ, ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു വണ്ടി വന്ന് തട്ടി. ആക്ച്വലി എന്റെ ഭാഗത്താ മിസ്റ്റേക്ക്. വണ്ടി വരുന്ന ഞാൻ കണ്ടില്ല. താൻ ടെൻഷനാവാൻ മാത്രമൊന്നുമില്ല. ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. ഇതിൽ നിന്നും നിനക്കിപ്പോ എന്തു മനസ്സിലായി? നിന്റെ കാമുകിയുടെയും സഹോദരന്റെയും പുറകെയൊക്കെ എന്റെ ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ? നിന്റെ കൂടപ്പിറപ്പിന്റെ നെറ്റിയിലേക്ക് എയിം ചെയ്ത തോക്കുമായിട്ടാ എന്റെ ആളുകൾ അവിടെ നിൽക്കുന്നത്. നിനക്കിനിയും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം. ആ സിഗ്നൽ എന്താണെന്ന് നിന്റെ സച്ചിദാനന്ദേട്ടൻ വീട്ടിൽ വരുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ച എങ്ങനെ അർച്ചന? താൻ വാ. ഞാൻ ബാങ്കിലേക്ക് ഇറങ്ങുന്ന നേരത്തെ എങ്ങനെ സംഭവിച്ചത്? ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എനിക്ക് ബാങ്കിലേക്ക് പോകാനുള്ളതാ. ഇനിയിപ്പോ എങ്ങും പോണ്ട സച്ചേട്ടാ. അയ്യോ, അത് പറ്റില്ല. താൻ വാ. അല്ല, നീ എന്താടാ എന്നെ വിളിച്ചിരുന്നേ? തിരിച്ചു വിളിക്കണമെന്ന് കരുതിയിട്ട് ഇതിനിടയിൽ അത് മറന്നുപോയി. ഞാൻ വെറുതെ വിളിച്ചതാ. ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ സുരക്ഷയും നിന്റെ ആലോചനയിലും തീരുമാനത്തിലുമാണ്. വൈകുന്തോറും ഓരോരുത്തരെയായി ഞാൻ തീർക്കും. ഹലോ. ഏട്ടന്റെ അവസ്ഥ കണ്ട് തകർന്നു നിൽക്കുമായിരിക്കും അല്ലേ? നീ എന്തിനാ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യിക്കുന്നത്? ചെറുതായി തട്ടിപ്പോയ ബൈക്കിന് പകരം കാറ് കൊണ്ട് നിന്റെ ചേട്ടച്ചാരുടെ നെഞ്ചിലേക്ക് എനിക്ക് ഓടിച്ചു കയറ്റാൻ പറ്റാത്തോണ്ടല്ല. നിനക്ക് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാ. ഇനി ഞാൻ വിളിച്ച മറ്റൊരു കാര്യം പറയാം. സന്ദീപേ, നീ എന്താ വിയർത്തിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ഏട്ടത്തി. അല്ല, ഏട്ടത്തി എന്താ വന്നത്? അതെന്താ, എനിക്കിവിടെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ വരാവുള്ളൂ. എന്തായാലും ഞാനിപ്പോ വന്നത് ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെയാ. ഇതേ വിഷയം പറഞ്ഞ് ഒരു തവണ മുന്നേ ഞാനിവിടെ വന്നിട്ടുള്ളതാ. ഒന്നുകൂടെ ചിലത് ഉറപ്പിക്കാന്ന് കരുതി. എന്താ ഏട്ടത്തി? അനഘ തന്നെ. അനഘയുടെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. പലതവണ പറഞ്ഞ് മടുത്ത കാര്യം വീണ്ടും വീണ്ടും നിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ ഏട്ടത്തേക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അനഘയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെ കൊണ്ടാവില്ലല്ലോ. എടാ, അത്യാവശ്യ കോളാണെങ്കിൽ നീ എടുക്ക്. ഇല്ല ഏട്ടത്തി, അത്യാവശ്യമൊന്നുമില്ല. സന്ദീപേ, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. അതിന് ഞാൻ തെറ്റൊന്നും പറയുകയില്ല. ഒരു പ്രായത്തില് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാ അത്. കുറച്ചു കാലം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അനഘയുടെ മനസ്സിൽ നിന്ന് നീയും പോയെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും
നിന്നോടുള്ള ഇഷ്ടവും അവളോട് നിനക്കൊരു ഇഷ്ടം ഉണ്ടാവുന്നുള്ള വിശ്വാസവും കൂടിക്കൂടി വരിക. അതുകൊണ്ടാ ഓരോ ആപത്തുകള് അവളായിട്ട് എന്നെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്നോടൊപ്പം ഈ മുറിയിൽ ഒരുമിച്ച് കഴിയാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കില്ല നമുക്ക് തോന്നിയപ്പോഴാ ഈ മുറിയിൽ തന്നെ അവള് ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, അനഘയെ പോലെ നിന്നെ ഇഷ്ടപ്പെടാനും വിശ്വസിക്കാനും ഒരിക്കലും ആദരിക്കാവില്ല. അത് ഇതിനോടകം നിനക്ക് മനസ്സിലായി കാണും. അത് മനസ്സിലാക്കിയിട്ടും നീ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് അത് എന്തിന്റെ പേരിലായാലും അത് ഈശ്വരന്റെ കോടതിയിൽ വലിയ ശിക്ഷ കിട്ടും. ആശുപത്രിയിൽ വെച്ച് ജീവൻ തിരിച്ചു കിട്ടിയപ്പോ അവൾ ആദ്യം പറഞ്ഞത് നിന്നെ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവളിത് ചെയ്യുന്ന. ഇനി ആർക്കും ഇനി രക്ഷപ്പെടുത്താനാവില്ലെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്ന അനഘെ നീ തിരിച്ച് സ്നേഹിക്കണം, പരിഗണിക്കണം. ഒരു തവണ വിധി നിങ്ങളെ കൂട്ടിച്ചേർത്തില്ല, എന്നാ ഇനി നീ അവളെ വിഷമിപ്പിക്കരുത്. അതിനെല്ലാം പുറമെ അച്ഛനെ തകർക്കരുത്. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കി നിന്നോട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നീ തന്നെ തീരുമാനിക്ക. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അനഘ എന്ന എന്റെ അനിയത്തി ജീവനോടെ ഉണ്ടാവില്ല. ഹലോ അനിയ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഫോൺ കട്ട് ചെയ്താ എനിക്ക് നല്ല ദേഷ്യം വരും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. അതെൻ്റെ അടുത്തേക്ക് ആള് വന്നതുകൊണ്ടാ. ആ, എങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ മറ്റാരും അറിയാതിരിക്കേണ്ടത് നിന്റെ കൂടി ബാധ്യതയല്ലേ? പ്ലീസ്, നിങ്ങൾ ഈ ടോർച്ചറിങ് ഒന്ന് നിർത്തുമോ? എനിക്ക് പ്രഷർ താങ്ങാൻ വയ്യാത്തോണ്ടാ. ഇതെല്ലാം നീ ഉണ്ടാക്കി വെച്ചത് തന്നെയല്ലേ? ആതിരയെ മറന്നിട്ട് ആ സുന്ദരി കൊച്ചിനെ വിവാഹം കഴിക്കാൻ അങ്ങ് സമ്മതിക്കേ. ഞാൻ അങ്ങനെ തന്നെ സമ്മതിക്കണമെന്ന് നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പ്ലീസ്. വേറെ പലതും പറയാനുണ്ട്. നിന്നോടല്ല, നിന്റെ അച്ഛനോട്. അങ്ങേര് മോന് വേണ്ടി വലിയ കാര്യത്തിൽ ആലോചിച്ചതല്ലേ? അവസാനത്തെ ആഗ്രഹം പോലെ നീ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കടാ. പിന്നെ നീ പ്രഷർ അടിക്കുന്ന കാര്യം, ഇങ്ങനെ പ്രഷർ അടിച്ച് നിൽക്കുന്ന നിന്നോട് നിന്റെ അനിയത്തി സ്നേഹയെ ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നുവെന്ന് നിന്നോട് എങ്ങനെ പറയും? ഹലോ, ബോധം പോയോ നിന്റെ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നിന്റെ താഴെയുള്ള ഒരുത്തിയില്ലേ, സ്നേഹ, അവളെ ഞാനിന്ന് തൂക്കാൻ പോവാ. ഒന്നാമത് ആ കൊച്ചിന് അര ഉയരേ ഉള്ളൂ. പിടിച്ചൊരു ദിവസം കെട്ടിയിട്ടാ മതി അവളുടെ കാറ്റ് പോവാൻ. അവളുടെ അടുത്ത് ഇപ്പൊ പഴയ ഒരു ക്ലാസ്മേറ്റ് ചെല്ലും. അവളുടെ ആ ക്ലാസ്മേറ്റ് എന്റെ ആളാ. ഇത് നിന്റെ ചേട്ടനെ ഒന്ന് പോറിയതുപോലെ അല്ല. എന്റെ ആവശ്യം അംഗീകരിച്ചിട്ടേ നീ ഇനി നിന്റെ അനിയത്തി കുട്ടിയെ ജീവനോടെ കാണൂ. അല്ലെങ്കിൽ തലയേതാ കയ്യേതാ കാലേതാ എന്നറിയാത്ത രീതിയിൽ ചിതറിച്ചേ ഞാൻ അവളെ അവിടെ എത്തിക്കൂ.